മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ശബരിമല സ്വർണം മോഷ്ടിച്ച കേസ് സംഭവത്തിൽ ഹൈക്കോടതിയുടെ വീണ്ടും ഇടപെടൽ. അന്വേഷണം പൂർത്തിയാക്കാൻ 6 ആഴ്ചത്തെ സാവകാശമാണ് നൽകുന്നത്. SIT മറുപടി പറയേണ്ടത് ഹൈക്കോടതിയോടാണ്. 2 ആഴ്ചയിലൊരിക്കൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നൽകണം. വിവരങ്ങളുമായി നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശാണ് ചേരുന്നത്. പ്രകാശ്, നേരത്തെ തന്നെ ഒരു SIT രൂപീകരിക്കാൻ കോടതി നിർദ്ദേശം നൽകിയിരുന്നല്ലോ. ആ SITയോടാണോ ഇപ്പോഴത്തെ കോടതിയുടെ നിർദ്ദേശങ്ങൾ? തീർച്ചയായും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സ്വമേധയ ഹൈക്കോടതി ദേവസ്വം ഡിവിഷൻ ബെഞ്ച് സ്വീകരിച്ച കേസിലാണ് ഇന്ന് ശബരിമല വിജിലൻസ് സീൽഡ് കവറിൽ അന്വേഷണ റിപ്പോർട്ട് നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിശോധിച്ചു. വിജിലൻസ് റിപ്പോർട്ട് കോടതി പരിശോധിച്ച ശേഷമാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇതുമായി ബന്ധപ്പെട്ട് 6 ആഴ്ചക്കകം പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തി അത് റിപ്പോർട്ട് ഹൈക്കോടതിക്ക് നൽകണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒപ്പം തന്നെ സംസ്ഥാന പോലീസ് മേധാവിയെ ഈ കേസിൽ കക്ഷി ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു സുപ്രധാനമായിട്ടുള്ള നടപടിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേക അന്വേഷണ സംഘം 2 ആഴ്ചയ്ക്ക് ഒരിക്കൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിയെ അറിയിക്കണം. ഒപ്പം തന്നെ അന്വേഷണം 6 ആഴ്ചക്കകം പൂർത്തിയാക്കാനും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിട്ടുണ്ട്. ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസറാണ് ഇന്ന് അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് നൽകിയത്. സീൽ വെച്ച കവറിലാണ് ഈ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൈമാറുകയും ചെയ്തത്. 20 പേജുള്ള റിപ്പോർട്ടാണ് നൽകിയത്. ഇതിൽ കേസെടുത്ത് അന്വേഷിക്കാനും അന്വേഷണം പൂർത്തിയാക്കാൻ 6 ആഴ്ച സാവകാശവുമാണ് ഹൈക്കോടതി നൽകിയിട്ടുള്ളത്. ഇതിലിപ്പോൾ ഈ സൂചിപ്പിക്കുന്ന പോലെ സംസ്ഥാന പോലീസ് മേധാവിയെ കക്ഷി ചേർക്കുന്ന ഒരു പശ്ചാത്തലം എന്താണ്? ഇതിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ കൃത്യമായി അറിയിക്കുന്നതും ഒപ്പം തന്നെ ഇതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഗൗരവം കൂടുതൽ കടുപ്പിക്കുന്നതിന്റെയും ഭാഗം കൂടിയാണ് DGPയെ കൂടി ഇതിൽ കക്ഷി ചേർത്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേക അന്വേഷണ സംഘത്തിലെ തലവൻ വെങ്കടേഷ്, ഒപ്പം തന്നെ മറ്റ് ക്രൈംബ്രാഞ്ച് DYSP അടക്കമുള്ള അന്വേഷണ സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ഇന്ന് പറയുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട ഈ വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ആളുകൾ മാധ്യമങ്ങളോട് പരസ്യമായി പ്രതികരിക്കരുത് എന്ന നിർദ്ദേശവും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഇടക്കാല ഉത്തരവിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് കോടതിയിൽ എത്തുമ്പോൾ അതിൽ തന്നെ ഗുരുതരമായ കണ്ടെത്തലുകൾ ഉണ്ടായിരിക്കണമല്ലേ? അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ആണോ ഈ കോടതി ഇത്തരത്തിൽ കേസെടുത്ത് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്? ഈ സ്വർണത്തിൽ തിരിമറി നടന്നു എന്ന കണ്ടെത്തലാണ് ഈ റിപ്പോർട്ടിൽ ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സീൽഡ് കവറിലാണ് ഈ റിപ്പോർട്ട് കൈമാറിയത് കോടതിക്ക്. അതുകൊണ്ട് തന്നെ അതിന്റെ വിശദാംശങ്ങൾ പൂർണ്ണമായ ലക്ഷ്യമല്ല. എന്നാൽ പോലും സ്വർണ്ണ മോഷണം നടന്നിട്ടുണ്ട് എന്ന നിഗമനം ശക്തമാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രേഖകൾ രജിസ്ട്രാർക്കാണ് നൽകേണ്ടത്. ഹൈക്കോടതി രജിസ്ട്രാർക്ക് നൽകണം. ഒപ്പം DGPയെ കക്ഷി ചേർത്തിരിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിന് ഒരു നിശ്ചിത സമയപരിധി നൽകിയിരിക്കുന്നു. 6 ആഴ്ചക്കകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാൻ സമയം നൽകിയിരിക്കുന്നു. 2 ആഴ്ചക്കകം അന്വേഷണ പുരോഗതി റിപ്പോർട്ട് എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും ഹൈക്കോടതിയെ അറിയിക്കണം. ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പരസ്യപ്പെടുത്തരുത്, മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്നടക്കമുള്ള നിർദ്ദേശങ്ങളും കർശനമായ നിർദ്ദേശങ്ങളും കേസിൽ ഉണ്ടായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിധി ഇപ്പോഴും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. വിധിയുടെ വിശദാംശങ്ങൾ അല്പം കഴിഞ്ഞ് ശരി തീർച്ചയായും അല്പസമയത്തിനകം നമുക്ക് പൂർണ്ണമായ വിശദാംശങ്ങളിലേക്ക് പോകാം. ആജ്ഞ കൂടി ചേരുന്നുണ്ട്. ആജ്ഞ, ഇതിപ്പോൾ വിധി പ്രസ്താവത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ കോടതിയുടെ നിർദ്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് കേസെടുത്ത് അന്വേഷിക്കണം. എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു പോലീസ് കേസ് ഉണ്ടാകുന്നില്ല എന്നത് നേരത്തെ തന്നെ സർക്കാരിന് നേരെ ഉയർന്ന വിമർശനമാണ്. അതിന് സർക്കാർ നൽകുന്ന മറുപടി കോടതി തന്നെ ഇടപെട്ട് ക്രമസമാധാന ചുമതലയുള്ള ADGP വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട് എന്നതായിരുന്നു. ഇപ്പോഴിതാ കോടതി വളരെ കൃത്യമായി പറയുന്നു, വിഷയത്തിൽ കേസെടുത്ത് അന്വേഷിക്കണം. 6 ആഴ്ചയ്ക്കകം, അതായത് 1.5 മാസത്തിനകം റിപ്പോർട്ട് നൽകണം എന്ന് പറയുമ്പോൾ അതീവ ഗൗരവ സ്വഭാവമുള്ള ഒന്ന് എന്ന് തന്നെയല്ലേ ശബരിമലയിലെ ക്രമക്കേടിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്? തീർച്ചയായിട്ടും അഭിലാഷ്, കഴിഞ്ഞ തവണ കേസ് പരിഗണിക്കുമ്പോഴാണ് കോടതി ഇത്തരത്തിലെ വെങ്കടേഷിനെ അന്വേഷണ ചുമതല നൽകിക്കൊണ്ട് ADGP വെങ്കടേഷിന് അന്വേഷണ ചുമതല നൽകിക്കൊണ്ട് ഇങ്ങനെ ഒരു SIT രൂപീകരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ചിരിക്കുന്ന മെയിലിന്റെ വിശദാംശങ്ങൾ വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ
ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്ന സാഹചര്യത്തിലാണ് സൈബർ പോലീസിനെ കൂടി സൈബർ വിങ്ങിനെ കൂടി SITയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത് അങ്ങനെയാണ്. അതുമായി ബന്ധപ്പെട്ട് കേസെടുത്ത് അന്വേഷിക്കണം എന്ന് തന്നെയാണ് ഹൈക്കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. മാത്രമല്ല 6 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണം. ഈ SIT റിപ്പോർട്ട് ചെയ്യേണ്ടത് ഹൈക്കോടതിയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, അതായത് അന്വേഷണ ഘട്ടത്തിലുള്ള എല്ലാ കാര്യവും അങ്ങേയറ്റം രഹസ്യമായിരിക്കണം. കോൺഫിഡൻഷ്യലായി തന്നെ ഈ അന്വേഷണം മുന്നോട്ട് പോകണം. ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ റിപ്പോർട്ടുകളും എല്ലാ വിശദാംശങ്ങളും ബോധ്യപ്പെടുത്തേണ്ടത് ഹൈക്കോടതിയാണെന്ന് റിവ്യൂ ആയി തന്നെ ബോധ്യപ്പെടുത്തണമെന്നും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. എന്തായാലും ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് സ്വർണ്ണപ്പാളി ശബരിമലയ്ക്ക് പുറത്തേക്ക് കൊണ്ടുപോയത് ദേവസ്വം കമ്മീഷനുടെ അനുമതിയില്ലാതെ റിപ്പോർട്ട് ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ ഇത് ദേവസ്വം കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ ആദ്യമായി ഇടപെടുന്നത്. അതാണ് ഇപ്പോൾ കാണുന്ന എല്ലാ തരത്തിലുള്ള, അതായത് ഈ അന്വേഷണം ഉൾപ്പെടെയുള്ള എല്ലാ തരത്തിലുള്ള ഉത്തരവിലേക്കും വഴിവെച്ചത് അങ്ങനെയാണ്. അതായത് സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് ഇത് ശബരിമലയിൽ നിന്നും സ്വർണം കടത്തിയിട്ടുണ്ട് എന്നുള്ള നിഗമനത്തിലാണ് ഹൈക്കോടതി എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും പല റിപ്പോർട്ടുകളും 2019 ഉള്ള മഹസൂർ ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകൾ കോടതിയിൽ ഹാജരാക്കാൻ ഈ സ്വർണ്ണപ്പാളി പുറത്തേക്ക് കൊണ്ടുപോയപ്പോൾ അത് അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയി കഴിഞ്ഞു. അതിന്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് അടിയന്തരമായ ദേവസ്വം ബോർഡിന് തിരികെ എത്തിക്കാൻ കഴിയില്ല എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തിയ സാഹചര്യത്തിലാണ് 2019 മുതലുള്ള മഹസൂർ ഉൾപ്പെടെയുള്ള എല്ലാ റിപ്പോർട്ടുകളും കോടതിയിൽ ഹാജരാക്കണം, അടിയന്തരമായി കോടതിയിൽ ഹാജരാക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടത്. ആ സാഹചര്യത്തിൽ ആ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് ഇതിലുണ്ടായിട്ടുള്ള ആശയക്കുഴപ്പങ്ങൾ കോടതിക്ക് കണ്ടെത്താനായത്. മാത്രമല്ല ദേവസ്വം വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുകയും അത് അന്വേഷണം ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള ആളുകളിലേക്ക് എത്തുകയും ചെയ്യുന്ന സാഹചര്യം, നിരവധി വെളിപ്പെടുത്തൽ, ഇതൊക്കെ ഞെട്ടിക്കുന്നതാണ് എന്നുള്ള തരത്തിലുള്ള പരാമർശവും ഹൈക്കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിക്കുമ്പോഴാണ് ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസറിന്റെ റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് കോടതി ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നത്. എന്തായാലും കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് തന്നെയാണ് ഈ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ കോടതിയിൽ നൽകിയത് 20 പേജുള്ള റിപ്പോർട്ടാണ്. അന്വേഷണം പൂർത്തിയാക്കാൻ 6 ആഴ്ച സമയമാണ് നൽകിയിട്ടുള്ളത്. SIT മറുപടി പറയേണ്ടത് ഹൈക്കോടതിയുടെയാണ്. അതുപോലെ തന്നെ 2 ആഴ്ചയിലൊരിക്കൽ അന്വേഷണ പുരോഗതി അറിയിക്കുകയും വേണമെന്നാണ് കോടതി നിലവിൽ ഉത്തരവിട്ടിരിക്കുന്നത്. തീർച്ചയായും ഗുരുതരമായ ക്രമക്കേടാണ് ശബരിമലയിൽ നടക്കുന്നത് എന്ന ഒരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്ത് നിന്ന് നേരത്തെ തന്നെ ഉണ്ടായതാണ്. ശബരിമലയിലെ സ്വർണം വിറ്റു എന്ന തരത്തിലുള്ള നിഗമനം പോലും കോടതിക്ക് ഉണ്ടാകുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. അതിനിടയിലാണ് വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ട് ഇന്ന് കോടതിക്ക് മുന്നിൽ ഹാജരാക്കിയത്. മുദ്രവെച്ച കവറിലാണ് ദേവസ്വം വിജിലൻസ് ആൻഡ് ചീഫ് സെക്യൂരിറ്റി ഓഫീസർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൈമാറിയത്. ഈ റിപ്പോർട്ട് കൂടി പരിശോധിച്ച ശേഷമാണ് കേസെടുത്ത് അന്വേഷിക്കാൻ കോടതി ഈ അന്വേഷണ സംഘത്തോട് നിർദ്ദേശിക്കുകയും ചെയ്യുന്നത്. ഗുരുതരമായ ക്രമക്കേടുകൾ നടന്നു എന്ന് ഈ പ്രാഥമികമായ വിജിലൻസിന്റെ അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തുന്ന പശ്ചാത്തലത്തിലായിരിക്കണം കോടതി ഇത്രമേൽ ഗൗരവത്തോടു കൂടിയുള്ള നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ അന്വേഷണ പുരോഗതി അത് കോടതിയോടാണ് വ്യക്തമാക്കേണ്ടത് എന്ന് കോടതി തന്നെ വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ പുറത്ത് ഈ വിവരങ്ങൾ ചോർന്നു പോകുന്നത് പോലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തെ സ്വാധീനിക്കുവാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. എന്തായാലും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ, വ്യത്യസ്തമായ നിഗമനങ്ങൾ, ഏത് കാലഘട്ടത്തിൽ ആണ് ഈ തിരിമറികൾ നടന്നത്, ആരാണ് ഇതിന് പിന്നിൽ ഉള്ളത് എന്നതിൽ ഒക്കെ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അജയ് തറയിലാണ് ഇപ്പോൾ മുൻ ദേവസ്വം ബോർഡ് അംഗം ടെലിഫോൺ ലൈനിൽ ഉള്ളത്. ശ്രീ അജയ് തറയിൽ, കോടതി പറയുന്നത് സ്വതന്ത്രമായി SIT അന്വേഷിക്കട്ടെ എന്നുള്ളതാണ്. കോടതി ഇന്നിപ്പോൾ അത്തരമൊരു നിരീക്ഷണം നടത്തുന്നത് സ്വാഭാവികമായും ദേവസ്വം വിജിലൻസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും. ഈ ദേവസ്വം വിജിലൻസ് നൽകിയ റിപ്പോർട്ട് മുദ്രവെച്ച കവറിലാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കതിൻ്റെ ഉള്ളടക്കമൊന്നും ഇപ്പോൾ അറിയില്ല. പക്ഷേ അങ്ങേയറ്റത്തെ ക്രമക്കേടുകൾ, ഗൗരവമുള്ള തട്ടിപ്പുകൾ നടന്നിരിക്കുന്നു എന്ന് കോടതിക്ക് വീണ്ടും വീണ്ടും ബോധ്യപ്പെടുകയാണ് എന്ന് വേണമോ നമുക്ക് മനസ്സിലാക്കാൻ? കൃത്യമല്ലേ. ഈ സംഭവം പുറത്തു വന്ന അതേ ദിവസം അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ശ്രീ പത്മകുമാറിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താ, അത് ചെമ്പുവാളി ആയിരുന്നു എന്ന. പിന്നെയാണ് നമ്മള് ദേവസ്വം ബോർഡ് ഓർഡർ പരിശോധിക്കുന്നത്. ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത് ചെമ്പ് ക്ലാഡിംഗ് ആണെന്ന് പറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്ത AO പറഞ്ഞിരിക്കുന്നു അത് പൂർണ്ണമായും ചെമ്പാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത്രയും ആളുകൾ മാത്രമല്ല, ഇതിൽ സ്വർണം പൂശിയ ഏജൻസിയും പറയുന്നുണ്ട് അവിടെ ലഭിച്ചത് ചെമ്പാണ്, പുതിയതാണെന്ന്. അപ്പൊ അന്ന് മുതൽ ഈ പത്മകുമാർ അവിടെ കയറിയ അന്ന് മുതൽ ഇതിന്റെ സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് ഈ ദ്വാരപാലക ശില്പം അവിടെ നടത്തി മാറ്റി
അത് ആരുടെയൊക്കെയോ ഒത്താശയോടുകൂടി തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോവുകയും അത് വിറ്റ് കാശ് വാങ്ങുകയും കോടാനുകോടി രൂപ വാങ്ങുകയും ഒരു ഡ്യൂപ്ലിക്കേറ്റ് പുതിയ ചെമ്പിൽ ഇപ്പോൾ പരിശോധിക്കണം, ഈ ചെമ്പിന്റെ പഴക്കം പരിശോധിക്കണം. അത് 998 ബ്രസീലിൽ നിന്ന് കൊണ്ടുവന്ന 750 കിലോ ചെമ്പാണ്. ഏറ്റവും ക്ലിയർ ആയ ചെമ്പാണ് അന്ന് ഉപയോഗിച്ചിരുന്നത്. ആ ചെമ്പിൽ 7 കിലോ സ്വർണം പൊതിഞ്ഞ ഒരു ധ്വജപാലകമായിരുന്നു. അതാ അതിനുശേഷം ഡ്യൂപ്ലിക്കേറ്റ് ചെമ്പ് കൊണ്ടുവന്നു. അത് ഇലക്ട്രോപ്ലേറ്റ് ചെയ്തു. 2 or 3 പവനുണ്ടെങ്കിൽ ഇലക്ട്രോപ്ലേറ്റ് ചെയ്യാൻ പറ്റും. ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന് വെച്ചു. ഞാൻ ചോദിക്കട്ടെ, 2 പീഠം അഡീഷണൽ വന്നു. അപ്പോൾ ഏത് കണ്ണുപൊട്ടിനും അറിയില്ലേ പീഠം വന്നുവെങ്കിൽ അതിന്റെ മുകളിലുള്ള ധ്വജപാലകനുണ്ടോ എന്ന്? ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പ്രതിപക്ഷ നിയമസഭയിൽ പറയുന്നു, ഗവൺമെന്റ് ഏതാണ്ട് ഞങ്ങൾക്കൊന്നും അറിയില്ലേ രാമനാരായണ ഏത ഭാവത്തിൽ ഇരിക്കുന്നു. അതുകൊണ്ടാണ് കോടതി പറഞ്ഞത് നിഷ്പക്ഷമായ അന്വേഷണം വേണം. DGP കക്ഷിയാണ്, അതുകൊണ്ട് നിഷ്പക്ഷമായ അന്വേഷണം വേണം. ആഭ്യന്തര വകുപ്പ് പരാജയപ്പെട്ടിരിക്കുന്നു, മന്ത്രിമാർ രാജിവെക്കണം, മുഖ്യമന്ത്രി അടക്കമുള്ളവർ മറുപടി പറയണം. കോടതി ഇടപെട്ട് വളരെ ഗൗരവമായ ഒരു കാര്യമാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇത് നിസ്സാര കാര്യമല്ല. ഇത് അയ്യപ്പ ചൈതന്യമുള്ള വിഗ്രഹ തുല്യമായ ഒരു സാധനത്തെ മറ്റ് തലപ്രകർഷകർക്ക് വിറ്റിരിക്കുന്നു എന്ന് മാത്രമാണ്. ശ്രീ അജയ് തറയിൽ താങ്കൾ ഈ സൂചിപ്പിക്കുന്ന പോലെ, അതായത് ഇത് ചെമ്പുപാളിയാണ് എന്ന് ഇത് സ്വർണം പൂശിയ ഏജൻസിയും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അവരുടെ മൊഴി അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ കാലപ്പഴക്കം ഇല്ലാത്ത ചെമ്പുപാളിയാണ് അവർക്ക് ഈ പ്ലേറ്റിങ്ങിന് വേണ്ടി എത്തിച്ചത് എന്നുള്ളതാണ്. പക്ഷേ ഇതിലിപ്പോൾ ആരുടെ വാദവും ആരുടെ മൊഴിയുമാണ് വിശ്വാസത്തിലെടുക്കാൻ പറ്റുക എന്നതിൽ ഇപ്പോഴും സംശയമുണ്ട്. അല്ല, മൊഴിയല്ലല്ലോ, മൊഴി കള്ളന്മാരുടെ മൊഴി വിശ്വാസം എടുക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ചോദിക്കുന്നത് കമ്പനിക്കാരുടെ മൊഴി വിശ്വാസം എടുക്കാം. ഇത് ലോകത്തെ എല്ലാവർക്കും പരിശോധിക്കാം. 98 ചെമ്പാണോ ഈ ചെമ്പ് എന്ന് വളരെ പരിശോധിച്ചാൽ വ്യക്തമാവുന്നതാണ്. അപ്പോൾ അത് വേണ്ട രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടവരെ ക്വസ്റ്റ്യൻ ചെയ്താൽ ഇവിടെ ഉണ്ടായിരുന്ന ഞാനൊരു കാര്യം ഒരു മിനിറ്റ് കൂടി തരണം. നേരത്തെ അവിടെ ഗണപതി ഹോമം നടത്തുമായിരുന്നു. ആ ഗണപതി ഹോമം നടത്തുന്നതിന്റെ തൊട്ട് മുന്നിലായി ഒരു ചെറിയ കല്ലുകൊണ്ടുള്ള ഒരു ഗണപതിയുടെ വിഗ്രഹം ഉണ്ടായിരുന്നു. വർഷങ്ങളായി അത് അവിടെ ഇരിക്കുകയാണ്. 2-3 വർഷം മുമ്പ് ദേവപ്രശത്തിൽ ആ ഗണപതിക്ക് ദൈവ ചൈതന്യം വന്നിരിക്കുന്നു. അതുകൊണ്ട് ആ ഗണപതിയെ ഇവിടെ പ്രതിഷ്ഠിക്കണം എന്ന് പറഞ്ഞ് ആ ഗണപതിയെ അവിടെ പ്രതിഷ്ഠിച്ചു. അപ്പോൾ ഒരു സാധാരണ കല്ലിൽ പോലും വിളക്ക് കൊടുത്ത് പ്രാർത്ഥിച്ചാൽ ദൈവ ചൈതന്യം വരുമെന്നിരിക്കെ ഈ 2 ദ്വാരപാലകരെയും ലക്ഷക്കണക്കിന് ആളുകൾ മുന്നിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച് ദൈവ ചൈതന്യം വന്നിരിക്കുന്ന ദ്വാരപാലകരെയാണ് എടുത്തുകൊണ്ടുപോയി ഏതോ കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത് കോടീശ്വരനായ മുതലാളിക്ക് വിറ്റ് കാശ് വാങ്ങി. അത് പത്മകുമാറിന്റെ കാലഘട്ടത്തിൽ എന്ന് താങ്കൾ ഉറപ്പിച്ച് പറയുന്നു. 2019 കൊണ്ടുപോയത്. 2019 ജൂലൈയിൽ കൊണ്ടുപോയതല്ലേ ഇത്? അതിനു മുമ്പ് കൊണ്ടുപോയിട്ടില്ല. അപ്പൊ 2019 ജൂലൈ കൊണ്ടുപോയി അത് വിറ്റ് കാശ് വാങ്ങി പങ്കിട്ടെടുത്തു. ശരി. ഇപ്പോൾ CPM നേതാവ് ശ്രീ അനിൽകുമാർ കൂടിയുണ്ട്. ശ്രീ അനിൽകുമാർ, ദേവസ്വം ബോർഡിലെ അംഗമായിരുന്ന അജയ് തറയിലാണ് ഇത്തരത്തിലൊരു ആവർത്തിച്ച് പറയുന്നത്. അതായത് പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തെ 2019 ഈ 2019 ആണല്ലോ അവിടെ നിന്ന് ഈ പാളികൾ കൊണ്ടുപോയത്. ആ പാളികൾ ചെമ്പ് എന്ന തരത്തിൽ മുരാരി ബാബു രേഖപ്പെടുത്തുന്ന സാഹചര്യമുണ്ടാകുന്നു. അത് ചെമ്പുപാളിയാണ് ലഭിച്ചത് എന്ന് ഈ സ്വർണം പൂശിയ ഏജൻസി പറയുന്നു. ഇങ്ങനെ ആ കാലഘട്ടത്തിലാണ് വലിയ തോതിൽ ദുരൂഹതയും ക്രമക്കേടും എന്ന് തന്നെ അനുമാനിക്കാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അജയ് തറയിൽ അടക്കം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക്, വിമർശനങ്ങൾക്ക് കൃത്യമായൊരു മറുപടിയുണ്ടോ?